മനുഷ്യൻ്റെ തലച്ചോറിൽ കമ്പ്യൂട്ടർ ചിപ്പോ? അതെ, വരാൻ പോകുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ തലച്ചോറിൽ കമ്പ്യൂട്ടർ ചിപ്പ് സ്ഥാപിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ് ന്യൂറലിങ്ക് കമ്പനി. ട്വിറ്റർ, സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ ഉടമയായ എലോൺ മസ്ക് സ്ഥാപിച്ച ബ്രെയിൻ ഇംപ്ലാന്റ് കമ്പനിയാണ് ന്യൂറലിങ്ക്. മസ്തിഷ്കത്തിൽ സ്ഥാപിക്കുന്ന ചിപ്പ് കമ്പ്യൂട്ടർ വഴി നിയന്ത്രിച്ച് മനുഷ്യ മസ്തിഷ്കത്തെയും ചലനങ്ങളെയും സ്വാധീനിക്കാനാണ് ന്യൂറലിങ്ക് പരീക്ഷണത്തിലൂടെ ശ്രമിക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ ആരോഗ്യശാസ്ത്ര രംഗത്ത് മനുഷ്യൻ ഇതുവരെ കൈവരിച്ച എല്ലാ നേട്ടങ്ങളും അതിശയിപ്പിക്കുന്ന ഒരു കണ്ടുപിടുത്തമായി ഇത് മാറും. ശരീരം പൂർണ്ണമായി തളർന്നു കിടക്കുന്നവർക്കും അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കുമൊക്കെ തങ്ങളുടെ ബ്രെയിൻ ഇംപ്ലാന്റ് ഏറെ ഉപകാരപ്പെടും എന്നാണ് ന്യൂറലിങ്ക് പറയുന്നത്. അതേസമയം ക്ലിനിക്കൽ ട്രയലിന് അനുമതി കൂടി ലഭിക്കാനുണ്ട്. മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കാനും അതുവഴി പക്ഷാഘാതം, അന്ധത തുടങ്ങി മനുഷ്യൻ നേരിടുന്ന ഗുരുതരമായ രോഗാവസ്ഥകൾക്ക് പരിഹാരം കാണാനുമായി 2016 ന്യൂറലിങ്ക് സ്ഥാപിച്ചത്. തുടർന്ന് മനുഷ്യരിൽ ചിപ്പ് സ്ഥാപിക്കാനായുള്ള പരീക്ഷണങ്ങൾക്കായി 2019 മുതൽ ശ്രമങ്ങൾ ആരംഭിച്ചു. ഉപകരണത്തിന്റെ ലിഥിയം ബാറ്ററി, തലച്ചോറിനുള്ളിൽ ഇംപ്ലാന്റിന്റെ വയറുകൾ കടന്നു കയറാനുള്ള സാധ്യത, മസ്തിഷ്ക കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ ഉപകരണം സുരക്ഷിതമായി വേർതിരിച്ചെടുക്കുക എന്നിവ പ്രധാന വെല്ലുവിളികളായി നിലകൊള്ളുന്നു. ന്യൂറലിങ്കിന്റെ ബ്രെയിൻ ഇംപ്ലാന്റുകൾ ന്യൂറൽ ലേസ് എന്നാണ് വിളിക്കുന്നത്. തലച്ചോറിലേക്ക് ഘടിപ്പിക്കുന്ന ചിപ്പിൽ ഇലക്ട്രോഡുകൾ ഉൾച്ചേർത്ത ചെറിയ വഴുക്കമുള്ള ത്രെഡുകൾ അടങ്ങിയിരിക്കുന്നു. തലച്ചോറിൽ നിന്നും ശേഖരിക്കുന്ന ഡാറ്റ വിശകലനത്തിനോ നിയന്ത്രണത്തിനോ വേണ്ടി ബാഹ്യ ഉപകരണങ്ങളിലേക്ക് വയർലെസ്സായി കൈമാറ്റം ചെയ്യാനും സാധിക്കും. ഇതുപോലത്തെ പുതിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.